എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. സെൻസസ് ഹൗസ് ലിസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള സെൽഫ് എന്യൂമറേഷൻ എങ്ങനെ മൊബൈൽ ഉപയോഗിച്ച് സ്വന്തമായിട്ട് ചെയ്യാമെന്നാണ് ഇവിടെ നോക്കുന്നത്. ഇതിനോടൊപ്പം പ്രവാസികളും സെൻസസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വീഡിയോയിൽ പരിശോധിക്കുന്നുണ്ട്. സ്വന്തമായി സെൻസസ് വിവരങ്ങൾ നൽകുന്ന സെൽഫ് എന്യൂമറേഷൻ സിസ്റ്റം ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാമെന്നതിൻ്റെ വീഡിയോ ചാനലിൽ ലഭ്യമാണ്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ലിങ്ക് മുകളിലായി ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും എൻ്റെ സ്ക്രീനിലുമായിട്ടൊക്കെ കൊടുത്തിരിക്കാം. ഇത്തരത്തിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുമായി ബന്ധപ്പെട്ട ഏതാണ്ട് 35-ലധികം വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട ഓൺലൈൻ പ്രോസസ്സുകളടങ്ങിയ നൂറുകണക്കിന് വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. ഇതിനായി ഗൂഗിൾ ക്രോമിൽ ഞാനിവിടെ ഗൂഗിൾ എടുത്ത ശേഷം sc.census.gov.in അതാണ് ഇതിൻ്റെ വെബ്സൈറ്റ്. താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അങ്ങനെ ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇങ്ങനെയൊരു വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കും. തുടർന്ന് നമ്മുടെ സ്റ്റേറ്റ് കേരള തിരഞ്ഞെടുത്ത് കൊടുക്കണം. അതിനുശേഷം താഴെ കാണുന്ന ക്യാപ്ച കോഡുകൾ എന്താണോ കൊടുത്തിരിക്കുന്നത് അത് അതേപോലെ കൊടുക്കുകയാണ് വേണ്ടുന്നത്. വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ കാണുന്ന ഡബിൾ ആരോയിൽ പ്രസ് ചെയ്താൽ അത് മാറി വരും. അതുപോലെ തന്നെ അവിടെ കാണുന്ന സ്പീക്കറിൻ്റെ ആ ഒരു പടത്തിൽ നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ എന്താണ് കൊടുത്തിരിക്കുന്നതെന്നുള്ളതിൻ്റെ വിശദീകരണം നമുക്ക് കേൾക്കാൻ സാധിക്കും. അങ്ങനെ കറക്റ്റായിട്ടുള്ള ക്യാപ്ച കോഡ് കൊടുത്തതിന് ശേഷം വെരിഫൈ ആൻഡ് പ്രൊസീഡിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. തുടർന്ന് നിർദ്ദേശങ്ങൾ വരുന്നതാണ്. ഇവിടെ നമുക്ക് 15-20 മിനിറ്റ് കൊണ്ട് ഈ ഒരു പ്രോസസ്സ് ചെയ്ത് തീർക്കണം. അതല്ലെങ്കിൽ വീണ്ടും നമ്മൾ ആ മൊബൈൽ നമ്പർ കൊടുത്ത് ലോഗിൻ ചെയ്താൽ മതി. നമ്മൾ കൊടുത്ത വിവരങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടാകും. അതേപോലെ ഈ ഒരു വിവരം കൊടുത്തതിന് ശേഷം നമുക്കൊരു SCID ലഭിക്കും. അത് ജൂലൈ 1 ശേഷം നമ്മുടെ വീട് സന്ദർശിക്കുന്ന എന്യൂമറേറ്റർമാരെന്ന തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് ആ SCID കൈമാറണം, പറഞ്ഞു കൊടുക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ കൊടുക്കാവുന്നതാണ്. തുടർന്ന് വരുന്ന പേജിൽ സ്റ്റേറ്റ് അവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം വീട്ടിലെ മുതിർന്ന അംഗത്തിൻ്റെ പേരാണ് അവിടെ കൊടുക്കേണ്ടത്. ഫാദറിൻ്റെ മദറിൻ്റെ പേര് കൊടുക്കാം. അങ്ങനെ ഫാദറിൻ്റെ മദറിൻ്റെ പേര് മാത്രം കൊടുക്കണമെന്ന് നിർബന്ധമില്ല. അതല്ലാതെ നമ്മളിപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന വീട്ടിലെ മറ്റൊരു മുതിർന്ന അംഗമാണെങ്കിൽ ആളിൻ്റെ പേര് തന്നെ കൊടുക്കാം. കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരാളുടെ പേരങ്ങ് കൊടുത്താൽ മതി. ഇത് പിന്നീട് മാറ്റാൻ സാധിക്കത്തില്ല. ഈ കൊടുത്ത പേര് പിന്നീട് മാറ്റാൻ കഴിയത്തില്ല. അത് പ്രത്യേകം ഓർത്തിരിക്കണം. അതുപോലെ ഒരു മൊബൈൽ നമ്പർ കൊടുക്കണം. ആരുടെയെങ്കിലും വീട്ടിലെ അംഗത്തിൻ്റെ ഒരു മൊബൈൽ നമ്പർ കൊടുത്താൽ മതി. ഒരിക്കൽ മാത്രമേ കൊടുക്കാൻ സാധിക്കൂ. യുണീക്കായിരിക്കണം. അതിലേക്കാണ് SCID വരുന്നത്. മറ്റ് OTP ഒക്കെ വരുന്നത് അതിലേക്കാണ്. ഇമെയിൽ ID കൊടുത്തിട്ടുണ്ട്. കൊടുക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ കൊടുത്താൽ അതിലേക്ക് ഈ SCID വരും. ഇവയെല്ലാം ശരിയായി കൊടുത്തതിന് ശേഷം താഴെ വന്ന് വെരിഫൈ ആൻഡ് പ്രൊസീഡിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. അതിനുശേഷം നമ്മൾ കൊടുത്ത മൊബൈലിലേക്ക് OTP വരുന്നതാണ്. ആ OTP അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനോടൊപ്പം മുകളിൽ നമ്മൾ ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇവിടെ ഇംഗ്ലീഷും മലയാളവും ഉണ്ട്. ഇന്ത്യയിലെ മറ്റ് ഭാഷകളുമുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഈ ലാംഗ്വേജ് ഒരിക്കൽ കൊടുത്താൽ പിന്നീട് മാറ്റാൻ കഴിയില്ല. ഒന്നുകിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം കൊടുക്കാം. ഞാനിവിടെ മലയാളം കൊടുത്തിരിക്കുകയാണ്. അതിനുശേഷം ആ മൊബൈലിലേക്ക് വന്ന OTP അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് വെരിഫൈ OTPയിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്ന് പോപ്പപ്പ് വിൻഡോയിൽ നമുക്ക് കുറേ നിർദ്ദേശങ്ങൾ ലഭിക്കും. നമുക്ക് ലഭിക്കുന്ന SCID എന്യൂമറേറ്റർമാർക്ക്, അതായത് പ്രദേശത്തെ ഉദ്യോഗസ്ഥർക്ക് നൽകണമെന്നും നമ്മളുടെ വീടിൻ്റെ മുകളിൽ ലൊക്കേഷൻ മാർക്കർ കൃത്യമായിട്ട് കൊണ്ടുവയ്ക്കണമെന്നും ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ കൊടുക്കാവുന്നതാണ്. തുടർന്ന് വരുന്ന പേജിൽ നമ്മൾ ആദ്യം സ്റ്റേറ്റ് കേരള വന്നിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് നിങ്ങളുടെ ജില്ല ഏതാണെന്ന് വെച്ചാൽ ആ കോംബോ ബോക്സിൽ നിന്നും ആ ജില്ല തിരഞ്ഞെടുത്ത് കൊടുക്കണം. തൊട്ട് താഴെ പിൻകോഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. 6 ഡിജിറ്റുള്ള നിങ്ങളുടെ പിൻകോഡ് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. തൊട്ട് താഴെ വില്ലേജ്, പട്ടണം, പ്രദേശം തുടങ്ങിയത് കൊടുത്തിരിക്കുന്നതാണ്. നിങ്ങളുടെ പ്രദേശത്തിൻ്റെ പേര്, നിങ്ങളുടെ നാട്ടിലെ നിങ്ങളുടെ വാർഡിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രദേശത്തിൻ്റെ പേര് അവിടെ അങ്ങ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ നിങ്ങളുടെ പിൻകോഡിനൊരു സ്ഥലപ്പേരുണ്ടാകുമല്ലോ, ആ സ്ഥലപ്പേര് അങ്ങ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് അത് എന്നിട്ട് ലോഡ് ചെയ്ത് വരും. ലോഡ് ചെയ്ത് കുറേ സ്ഥലങ്ങൾ വരും. അതിൽ നിന്നും കറക്റ്റായിട്ട് ഏതാണോ നിങ്ങളുടെ സ്ഥലം അത് അവിടെ നിന്നും ചൂസ് ചെയ്ത് അങ്ങ് കൊടുത്താൽ മാത്രം മതി. ഇവിടെ ഇപ്പോൾ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ വീടിന് മുകളിൽ മാർക്കർ കൊണ്ടുവയ്ക്കുന്ന ജോലി മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്ക് ഓക്കെ കൊടുക്കാവുന്നതാണ്. തുടർന്ന് താഴെ മാപ്പ് വരും. ഇവിടെ നമ്മൾ 2 വിരൽ കൊണ്ട് സൂം ഇന്നും സൂം ഔട്ടും ചെയ്ത് മാർക്കർ വീടിന് മുകളിൽ കൊണ്ടുവയ്ക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇത് വളരെ ശ്രമകരമാണ്. അതിന് ചെയ്യേണ്ടുന്ന ഒരു എളുപ്പമാർഗ്ഗം എന്താണെന്ന് വെച്ചാൽ വലത് സൈഡിൽ മുകളിലായിട്ട് നമുക്കൊരു 3 വരകൾ കാണാം. അവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ താഴെ ഡെസ്ക്ടോപ്പ് സൈറ്റിന് നേർക്ക് ഒരു ചതുരം വരും. അതിലൊരു ടിക്ക് മാർക്ക് കൊടുക്കുക. ഓരോ മൊബൈലിലും ഓരോ രീതിയിലായിരിക്കും ഈ പേര് എഴുതിയിട്ടുണ്ടായിരിക്കുക. അങ്ങനെ ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നുകൂടി വിശാലമായിട്ടുള്ളൊരു മാപ്പ് നമുക്കിവിടെ ലഭിക്കും. അതുകൊണ്ടും പ്രശ്നം തീർന്നില്ല. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വീട് ഇവിടെ കണ്ടുപിടിക്കേണ്ടുന്നതുണ്ട്. അതും കുറച്ച് ശ്രമകരമാണ്. നേരത്തെ കാണിച്ച പോപ്പപ്പ് ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ കൊടുക്കാവുന്നതാണ്. വീണ്ടും കാണിക്കുകയാണ്. ഇവിടെ
നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഡെസ്ക്ടോപ്പിലൊക്കെ കാണിക്കുന്നത് പോലെ കേരളം വന്നിട്ടുണ്ട്. അതിനുശേഷം മുകളിൽ ജില്ല തിരഞ്ഞെടുത്ത് കൊടുക്കണം. അതിനുശേഷം വലത് സൈഡിലായിട്ട് നിങ്ങൾ നേരത്തെ കൊടുത്ത പിൻകോഡ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനും താഴെയായിട്ട് നേരത്തെ നമ്മൾ സ്ഥലപ്പേര് കൊടുത്തല്ലോ, ആ സ്ഥലപ്പേരും കൃത്യമായിട്ട് അവിടെ നേരത്തെ ചെയ്തതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സെലക്ട് ചെയ്ത് കൊടുക്കണം. തുടർന്ന് സ്ഥലം കണ്ടെത്തി എന്നുള്ള പോപ്പപ്പ് വിൻഡോ വരും. ഓക്കെ കൊടുക്കാവുന്നതാണ്. ഇനി മാർക്കർ വെച്ച് നമ്മളുടെ വീടിന് മുകളിൽ മാർക്കർ കൊണ്ടുവയ്ക്കണം, ലൊക്കേഷൻ മാർക്കർ. അത് 2 വിരലുകൾ കൊണ്ട് നമ്മളത് സൂം ഔട്ടും സൂം ഇന്നും ചെയ്ത് കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. അതിനു മുമ്പ് നിങ്ങളുടെ പ്രദേശത്തുള്ള സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ലാൻഡ്മാർക്കായിട്ടുള്ള പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുടെയൊക്കെ പേര് ഓർത്ത് വെച്ചിരിക്കുക. ആ പേരുകളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ടാകും. ആ പേരുള്ള സ്ഥാപനത്തിൽ നിന്നും എത്ര ദൂരെയാണ് നിങ്ങളുടെ വീട് എന്ന് നിങ്ങൾക്ക് ഏകദേശം ഐഡിയ ആദ്യം ഉണ്ടാക്കി എടുക്കണം. അതിനുശേഷം അതിലൂടെ എങ്ങനെ സഞ്ചരിച്ചാൽ മതി, ആ റോഡിലൂടെ. ഇവിടെ റോഡുകളാണ് കാണിക്കുന്നത്. ഇവിടെ ലൊക്കേഷൻ മാപ്പ്, നമ്മുടെ മൊബൈലിലെ ലൊക്കേഷൻ മാപ്പ് എനേബിൾ ചെയ്യണമെന്നില്ല. പിൻകോഡ് അടിസ്ഥാനത്തിലാണ് ഈ സ്ഥലം വരുന്നത്. അതുകൊണ്ട് തന്നെ വിദേശ രാജ്യങ്ങളിൽ പ്രവാസികൾക്ക് ഇത് ചെയ്യാൻ കഴിയുമോ എന്ന് നോക്കാം. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ്റെ അറിയിപ്പിൽ പറയുന്നത് വിദേശത്തുള്ളവർക്ക് ചെയ്യാൻ കഴിയില്ല എന്നാണ്. എന്നാൽ UAE-യിലൊക്കെ ചെയ്യാൻ കഴിയുന്നില്ലെന്ന് പറയുന്നുണ്ട്. ചില രാജ്യങ്ങളിൽ, ചില സ്ഥലങ്ങളിൽ ഇത് ചെയ്യാൻ കഴിയുന്നുണ്ടെന്നും പറയുന്നുണ്ട്. ഈ മാപ്പിലൂടെ കുറച്ചൊന്ന് സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ റോഡും നിങ്ങളുടെ അടുത്തുള്ള സ്ഥാപനങ്ങളും കെട്ടിടങ്ങളും വീടുകളും ഒക്കെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. അതിനുശേഷം താഴെ ലോങ്ങിറ്റ്യൂഡിൻ്റെയും ലാറ്റിറ്റ്യൂഡും ചേരുന്ന ഒരു ഭാഗം കാണുന്നുണ്ടല്ലോ, ഒരു ബിന്ദു. ആ ഒരു പോയിൻ്റ് പിടിച്ചു പോകുന്നതനുസരിച്ചാണ് ആ മാർക്കർ വരുന്നത്. ആ പോയിൻ്റ് എവിടെ കൊണ്ടുവയ്ക്കുന്നോ അവിടേക്ക് നമ്മളുടെ ചുവന്ന നാവിഗേഷൻ മാർക്കർ, മഴത്തുള്ളി പോലിരിക്കുന്ന മാർക്കർ വരും. ഞാനങ്ങനെ ഇത് എൻ്റെ വീടിൻ്റെ അടുത്തേക്ക് മാർക്കർ പിടിച്ചുകൊണ്ട് പോകുന്നതാണ് ഈ കാണിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്കും ഇതുപോലെ ആ 2 പോളുകൾ ചേരുന്ന സെൻറ്റർ ഭാഗം പിടിച്ചുകൊണ്ട് പോകുന്നതിനനുസരിച്ച് ബിന്ദു മാർക്കർ അവിടേക്ക് വരും. അതനുസരിച്ച് വീടിൻ്റെ മുകളിൽ ഞാനിപ്പം കൊണ്ടുവയ്ക്കുകയാണ്. അതനുസരിച്ച് നിങ്ങൾക്കും കൊണ്ടുവയ്ക്കാവുന്നതാണ്. ഇവിടെ എൻ്റെ വീട് ഗ്രാമപ്രദേശത്താണ്, ചുറ്റും റബ്ബർ കാടുകളാണ്. നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും ആയിരിക്കത്തില്ല കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ ഈ തദ്ദേശ സ്ഥാപനത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള, പ്രത്യേകിച്ച് അടുത്ത കാലത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളുടെയൊക്കെ പേരുകൾ ഈ മാപ്പിൽ കാണിക്കും. ഞാനിവിടെ എൻ്റെ വീടിന് അടുത്തുള്ള ജംഗ്ഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനത്തിൻ്റെ പേരിനെ ആശ്രയിച്ചുകൊണ്ടാണ് ഞാൻ വീട്ടിൽ എത്തിച്ചേർന്നത്, മാർക്കറുമായി വീട്ടിൽ എത്തിച്ചേർന്നത്. അതുപോലെ നിങ്ങൾക്കും ശ്രമിക്കാവുന്നതാണ്. ഇവിടെ 2 വിരലുകൾ കൊണ്ട് നമുക്ക് ഒരുപാട് അങ്ങ് സൂം ഇന്നും ചെയ്യരുത്, സൂം ഔട്ടും ചെയ്യരുത്. ഒരു മീഡിയം ലെവലിൽ നിർത്തിയതിന് ശേഷം കണ്ടെത്താൻ ശ്രമിക്കുക. ഇവിടെ ഞാൻ കണ്ടെത്തിയതിന് ശേഷം നമ്മൾ നേരെ ഇനി താഴോട്ട് വരണം. താഴോട്ട് വന്നാൽ അവിടെ സ്ഥലം സ്ഥിരീകരിക്കുക എന്ന് കാണാം. അതിൽ 1-2 പ്രാവശ്യം പ്രസ് ചെയ്യണം, കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക വേണം. അതിനുശേഷം മാത്രമേ സേവ് ചെയ്ത് അടുത്തത് എന്നുള്ളത് എനേബിളായി വരികയുള്ളൂ. അതിനുശേഷം അവിടെ പ്രസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. വീണ്ടും ഒരു പോപ്പപ്പ് വിൻഡോ വരും. അവിടെ തുടരുക വേണം എന്നുള്ളതിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാവുന്നതാണ്. ഇതോടെ മാപ്പിംഗ് അവസാനിച്ചു. ഇന്ത്യയിൽ എവിടെയിരുന്നും പിൻകോഡ് കൊടുത്ത് സ്ഥലപ്പേര് തിരഞ്ഞെടുത്ത് നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. 33 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിന് നേർക്ക് ഉള്ള ആൻസർ കൊടുത്തിട്ടുണ്ട്. അവിടെയുള്ള റൗണ്ട് എനേബിൾ ചെയ്താണ് ആൻസർ രേഖപ്പെടുത്തേണ്ടുന്നത്. അങ്ങനെ എല്ലാം കൊടുത്തതിന് ശേഷം താഴെ വന്ന് സേവ് ചെയ്ത് അടുത്തത് എന്നതിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോയി അതേ വേണം എന്നതിൽ പ്രസ് ചെയ്ത് തൊട്ടടുത്ത പേജിലേക്ക് പോകാവുന്നതാണ്. ഇവിടെ നൽകിയിരിക്കുന്ന ഓരോ ചോദ്യത്തിനും കൃത്യമായിട്ടുള്ള ഉത്തരം എങ്ങനെ നൽകണം എന്നുള്ളത് സിസ്റ്റം ഉപയോഗിച്ച് ചെയ്യുന്ന വീഡിയോയിൽ വളരെ വ്യക്തമായി വിശദമായി പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ആ വീഡിയോയുടെ ലിങ്ക് എൻ്റെ സ്ക്രീനിലും മുകളിൽ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും ഒക്കെ കൊടുത്തിരിക്കാം. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, ഈ കുടുംബത്തിൽ പതിവായി താമസിക്കുന്നവരുടെ ആകെ എണ്ണം എന്നൊരു ചോദ്യമുണ്ട്. ഇതിന് നമ്മൾ ഇപ്പോൾ കൃത്യമായി താമസിക്കുന്നവരുടെ എണ്ണം മാത്രം കൊടുത്താൽ മതി. ഗൾഫിൽ, അത് പ്രത്യേകിച്ച് വിദേശത്തുള്ളവരുടെ എണ്ണം ഇപ്പോൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ കുടുംബനാഥൻ്റെ അല്ലെങ്കിൽ നാഥയുടെ ആദ്യം കൊടുത്ത പേരിൻ്റെ മലയാളം ഇവിടെ കൊടുക്കേണ്ടതുകൊണ്ട് മംഗ്ലീഷ് കീബോർഡ് എനേബിൾ ചെയ്ത് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്ത് അങ്ങനെ ചേർക്കാം. അതല്ലെങ്കിൽ ഇവിടെ കീബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്, അതെടുത്ത് അതിൽ രേഖപ്പെടുത്തിയും കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസിനും കൃത്യമായിട്ട് ഉത്തരം നൽകിയതിന് ശേഷം അവസാനം നമുക്കൊരു പ്രിവ്യൂ ലഭിക്കുന്നതാണ്. ആ പ്രിവ്യൂവിൽ അവിടെ വെച്ച് നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ വീണ്ടും എഡിറ്റ് ചെയ്യാം. അതല്ല ഡ്രാഫ്റ്റായി സേവ് ചെയ്യണമെങ്കിൽ ഡ്രാഫ്റ്റായി സേവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ സ്ഥിരീകരിച്ച് സമർപ്പിക്കുക എന്ന ലിങ്കിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ സബ്മിഷൻ ആകുന്നതാണ്. തുടർന്ന് നമുക്കൊരു SC ID, സെൽഫ് എന്യൂമറേഷൻ ID ലഭിക്കും. H-ൽ തുടങ്ങുന്ന 11 ഡിജിറ്റുള്ള ID ആയിരിക്കും. ഇത് നമ്മൾ വീട്ടിൽ വരുന്ന ഉദ്യോഗസ്ഥർക്ക് എന്യൂമറേറ്ററിന് പറഞ്ഞു കൊടുക്കണം. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.